വീണ്ടും വീക്കെൻഡ് വന്നു. വീണ്ടും ഞാൻ പ്രാഗിൽ വന്നിറങ്ങി. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്കാളും എന്തോ ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ഈ ചെറിപ്പൂക്കൾ മാത്രമേ ഉള്ളൂ ഇന്ന് പല സ്ഥലത്തും. പക്ഷേ ഇപ്പോൾ പച്ചപ്പും കൂടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെയാണെന്ന് തോന്നുന്നു. ഇന്ന് വരാനുള്ള കാരണം ഒരു മലയാള പടം റിലീസായിട്ടുണ്ട്. വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടത് ലാസ്റ്റ് നാട്ടിൽ പോയ സമയത്താണ്. കുറേ കാലമായി. അപ്പോൾ നാട്ടിലെ തിയേറ്ററിൽ സിനിമ കണ്ടതിൻ്റെ നൊസ്റ്റ് മാറ്റാനായിട്ട് ഇന്ന് തിയേറ്ററിൽ പോവാണ്. മുമ്പ് ദുരന്തർ ഇറങ്ങിയപ്പോൾ വരണമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ രാത്രി മാത്രമേ ഷോ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ട്രെയിനിന് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ പിന്നെ ദുരന്തറിൻ്റെ ലെങ്ത്ത് കാരണം പറ്റാത്തതുകൊണ്ട് അതിന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഏതായാലും മലയാളം മൂവി നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും മിസ്സാക്കണമെന്ന് വിചാരിച്ചു. ഈ ഇലകളും പൂക്കളും ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് സിറ്റിയിലൂടെ നടക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു പുതിയ ഭംഗിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രാഗിലെ സ്ലോവാൻസ്കി ഡൂമിലെ സിനിമ സിറ്റിയിലാണ് എൻ്റെ ഷോ നടക്കുന്നത്. സ്ലോവാൻസ്കി ഡൂമിൻ്റെ ഗാർഡൻ ഏരിയയുടെ ആ ഭാഗത്തുള്ള എൻട്രൻസ് വഴിയാണ് അകത്തേക്ക് എൻ്റർ ചെയ്തത്. അപ്പോൾ അടുത്ത പച്ചപ്പിലേക്ക് അതിമനോഹരമായൊരു പൂന്തോട്ടം, അതും നാച്ചുറലായിട്ടുള്ള ഒരു സംഗതി. ഇവിടുത്തെ ഒരു ഈ മോഡേൺ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉള്ളിൽ വളരെ ബ്ലെൻഡായി കിടക്കുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ. അതിലുള്ള വലിയ വലിയ മരങ്ങളുടെ മുകളിലൊക്കെ കിളിക്കൂടും, കിളികളുടെ ഒച്ചയൊക്കെ കേൾക്കാം മരത്തിൻ്റെ മുകളിൽ. നല്ല അടിപൊളി അന്തരീക്ഷം കേട്ടോ. ഇവിടെ ഈ സമ്മർ എന്നൊക്കെ പറയുമ്പോൾ ഇതുപോലെ പച്ചപ്പും പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു ഏത് സിറ്റീൻ്റെ അകത്താണെങ്കിൽ പോലും നമ്മളൊരു പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന അതേ ഒരു ഫീലിൽ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ട് ഈ മോഡേൺ സിറ്റീൻ്റെ മധ്യത്തിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രാഗിൽ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തൊരു സംഗതി ഇത് തന്നെയാണ്. ഈ ഒരു പ്രകൃതിയും പച്ചപ്പൊക്കെ ഈ ഏതൊരു സിറ്റിയിലാണെങ്കിൽ പോലും ഇത്രയും ഭംഗിയോടെ സംരക്ഷിച്ച് നിലനിർത്തി പോരുന്നത്. ഓൾമോസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. പരമാവധി പ്രകൃതിയും പ്രകൃതി ഭംഗിയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിട്ടുള്ള വികസനം. എന്തായാലും അതിമനോഹരമായൊരു സിനിമ എക്സ്പീരിയൻസ്. അധികം ആളൊന്നും ഉണ്ടായില്ല, എന്നാലും അതുപോലെ മനോഹരമായിരുന്നു സിനിമ കാണാൻ വേണ്ടി സിറ്റിയിലേക്ക് നടത്തിയൊരു യാത്രയും. രാത്രി 11:45 ലാസ്റ്റ് ട്രെയിനിന് മടക്കം.